ഫൈനലി നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായി, വെക്കേഷനൊക്കെ തീരാറായി. എല്ലാവർക്കും വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. എന്നെ സംബന്ധിച്ച് ഭയങ്കര ശോചനീയമായിട്ടുള്ള ഒരു വെക്കേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കണേൽ ഹാപ്പിനെസ്സും ഉണ്ട്, എന്നാൽ ഹാപ്പിനെസ്സും ഇല്ല. അങ്ങനെ ഒരു രണ്ടിലും നിൽക്കുന്നൊരു ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇന്ന് എന്താ സത്യത്തിൽ ഞാൻ എടുത്ത് തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു പിടിയില്ലാണ്ട് എടുത്ത ഒരു വീഡിയോ ആണ്. രാവിലെ തന്നെ രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, നട്ടുച്ച സമയം എഴുന്നേറ്റിട്ട് യോൺ തന്നെ വന്നിങ്ങനെ എന്താ പറയുക, അതിനൊന്ന് ചൊറിഞ്ഞ് അതിനെ എന്താ പറയുക ഒന്ന് ശല്യപ്പെടുത്തിയിട്ട് അതിനെ എൻ്റെ കുട്ടിക്കേറ്റി ഞാൻ ഗൈസ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാതകർമ്മങ്ങളെക്കാളും മുമ്പ് യോൺട്ടാനെ ശല്യപ്പെടുത്തുന്നത് എൻ്റെ റുട്ടീൻ്റെ ഭാഗമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പല്ല് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോഴേക്കും ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് സമയം ഏകദേശം ഊഹിക്കാമല്ലോ എത്ര മണിയായി കാണും ഞാൻ എഴുന്നേറ്റപ്പോഴെന്ന്. അതുകൊണ്ട് തന്നെ ഇച്ചിരി പക്കാവടയും കഴിച്ച് ഞാനൊരു കുളിയും ബസ്സാക്കി ഞാനിങ്ങനെ ഇറങ്ങി. അപ്പോഴേക്കും എൻ്റെ മാതാശ്രീ എനിക്ക് വേണ്ടി ചോറും മുട്ട വറുത്തതും, പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നത് കഴിച്ചു. അയ്യോ, മുട്ട വറുത്തതും ചമ്മന്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആര് എപ്പോൾ ചോറ് കഴിക്കാനോ ഇരുന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടിരുന്നാലോ അപ്പം തന്നെ പുറത്ത് നെറ്റിൽ ഇങ്ങനെ എന്താ പറയുക മാന്തിക്കൊണ്ടിരിക്കും യോൺട്ടാൻ. അത് യോൺട്ടാൻ ഒരു ശീലമാണ്. യോൺട്ടാന് ഫുഡ് കിട്ടിയാലും കിട്ടിയില്ലല്ലോ അത് എല്ലാവരും തിന്നാനിരിക്കുമ്പോൾ ഉള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2 റീൽസ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി എന്താ പറയുക കഴിയാൻ വേണ്ടി കാത്തിരുന്ന പോലെയായിരുന്നു കാലാവസ്ഥ. അപ്പം തന്നെ ഒടുക്കത്തെ കാറ്റായിരുന്നു ഗൈസ്. എന്താ ഒരു ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറിയപ്പോഴെന്താണ് കറണ്ട് പോയി, വീണ്ടും കറണ്ട് പോയി. കറണ്ട് പോക്കായിരുന്നു ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈപോഡിൽ ഫോൺ വെച്ച് ടോർച്ചൊക്കെ ഓണാക്കിയിട്ടായിരുന്നു എൻ്റെ റൂം ക്ലീൻ ചെയ്തതും മുഖം ക്ലീൻ ചെയ്തതും. മൊത്തത്തിലൊരു ടാസ്കി ഡേ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് വന്നിരിക്കാനൊരു പൂതി. എന്തുകൊണ്ട്? നല്ല മഴ പുറത്ത്. അകത്തിരുന്ന് എന്തായാലും ചൂടെടുക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ കസാരയൊക്കെ എടുത്തിട്ട് പുറത്തിരുന്ന് നല്ല സുഖിച്ചിരിക്കുമായിരുന്നു ഗൈസ്. പിന്നെ സന്ധ്യാസമയത്താണ് കറണ്ട് പോകുന്നതെങ്കിൽ എല്ലാ വീടുകളിലും ഉള്ള ഒരു ചടങ്ങാണല്ലോ ഈ എന്താ പറയുക മെഴുകുതിരി മാറ്റൽ ചടങ്ങ്. അത് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മെഴുകുതിരിയൊക്കെ എല്ലായിടത്തും കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് പുറത്ത് കുറേ നേരം ഇങ്ങനെ ഇരുന്നു. തണുപ്പും കൂടി ആയതുകൊണ്ട് ഇച്ചിരി ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ചടപടേന്ന് വേഗം തന്നെ ഫോൺ അങ്ങ് കുത്തിയിട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പഠിക്കാനൊരു ഉള്ളിൽ നിന്നൊരു ത്വര വന്നപ്പോൾ ഞാൻ അങ്ങിരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.